ഇത് ഷംന തസ്നീം. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള ശിവപുരം എന്ന ഗ്രാമത്തിലെ ആദ്യത്തെ MBBS വിദ്യാർത്ഥിനി. ഒരു ചെറിയ പനിക്ക് ചികിത്സ തേടിയാണ് ഷംന താൻ പഠിച്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയത്. മരുന്ന് മാറി കുത്തിവെച്ചതിനെ തുടർന്ന് ഷംനയുടെ ജീവൻ നഷ്ടമായപ്പോൾ ഇല്ലാതായത് ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. ഈ വീട് നിറയെ ഷംനയുടെ ഓർമ്മകളാണ്. ഭാവിയിലെ ഡോക്ടറായി മകൾ വരുന്നതും സ്വപ്നം കണ്ടിരുന്നതാണ് ഈ അച്ഛൻ. കുട്ടിക്കാലത്ത് മസ്കറ്റിലായിരുന്നു. ഒരു വയസ്സിന് ശേഷം അവിടെ വന്നത്. ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ ജനിച്ചതിന് ശേഷം ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫാമിലി പുറത്തേക്ക് മസ്കറ്റിലേക്ക് വരുന്നു. അന്നേരം മസ്കറ്റിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ തന്നെ പിന്നെ സ്കൂൾ 6ാം ക്ലാസ് വരെ പഠിച്ചതൊക്കെ അവിടെ തന്നെ. പിന്നെ 2 വയസ്സ് മുതലേ പറയുമായിരുന്നു ഞാൻ എൻ്റെ ഡോക്ടറായത് ഇവിടെ ഡോക്ടറാവുമെന്ന്. അങ്ങനെ സ്വന്തം ഇഷ്ടമായിരുന്നു. ഞാനാ ആദ്യം പറഞ്ഞത് ഇതെൻ്റെ മോളെ ഡോക്ടറാണ്. പക്ഷേ അതെങ്ങനെ പ്രാവർത്തികമായി അത് ഓട്ടോമാറ്റിക്കായി തമാശ പറയുമെങ്കിലും അങ്ങനെയായി. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കാൻ വേണ്ടിയിട്ട് പാലാ ബ്രില്യൻറ്റിൽ കൊണ്ടുപോയി. അവിടെ ചേർത്ത് 997 റാങ്ക് കിട്ടി. ഉപ്പയുടെ ആഗ്രഹം എന്നാൽ അതിനുപോലെ അവൾ വളരെ അത് ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടല്ലോ. അവൾക്കെങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ മെഡിക്കാവണമെന്നോ അല്ലെങ്കിലോ ഭയങ്കരമാണ്. പക്ഷേ ഞാനെന്നാണോ വിചാരിച്ച് പഠിച്ച് മിടുക്കിയായി എടുക്കണമെന്ന്. അപ്പോൾ അതിൽ അവൾ വളരെ സഹകരിച്ചിട്ട് നല്ല പഠിത്തം. അത് മാത്രമല്ല പിന്നെ അവൾക്ക് പഠിക്കുന്ന ഒരു ബുദ്ധി ഉണ്ടായിരുന്നു ചെറുതു മുതലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ടീച്ചേഴ്സ് എടുക്കുന്ന അതേ പാഠം അതാ ദിവസം തന്നെ ക്യാച്ച് ചെയ്ത് മനസ്സിൽ വെച്ച് പിന്നെ പുസ്തകം പുഴുവായിട്ട് അവിടെ ഇവിടെ ഓടി നടക്കലും വലിയ ടെൻഷൻ അടിക്കലൊന്നുമില്ല. പക്ഷേ ക്ലാസ്സിലിരുന്ന് വളരെ ശ്രദ്ധിച്ച് അവൾ എല്ലാത്തിലും നല്ല മാർക്ക് വാങ്ങിക്കുമായിരുന്നു. ഇത് മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ. ഇവിടെയാണ് ഷംന 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പഠനം പൂർത്തിയാക്കിയത്. പഠനത്തിൽ മിടുക്കിയായിരുന്ന ആ വിദ്യാർത്ഥിനി ഇന്ന് ജീവനോടെ ഇല്ലെന്ന് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ അധ്യാപകർക്ക് കഴിയുന്നില്ല. ഷംനയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സുജാത ടീച്ചർ. It's really an unpleasant occasion that has taken place, and she is no more here in this world. We can't just digest it. That's because she was one of the best student in our school, in academic as well as non-academic matters. She was occupying in all the activities, and she was so much active. And especially her father used to visit the school now and then to check whether she is doing well. She had a brother, even he was here in our school. She was here since 5 years, and she had done a very well way, and all the teachers' minds she has captured. And I am one of the teacher who was to travel with her in the school bus from Shivapuram. Actually my house is located in Edapashi, and from there we used to come by school bus, and we used to share, we used to talk, and we had a very nice time in school buses. I am feeling very sorry for that girl, and let her mind or soul rest in peace forever wherever she is. And only thing I want to pray to God is her parents have to overcome and digest what has really unpleasant location which has been taken place. May God be always with their parents and see that they always take care of the parents and their families without much giving her trouble. And from the part of the school, I am really unhappy to share this unsurprised occasions, and what to say more than this I don't know. I'm very sorry to express my deepful regrets regarding a sorrowful occasion which has taken place in our life. 22 വർഷം താൻ ഉണ്ടാക്കിയെടുത്ത സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് വെറും 25 മിനിറ്റ് കൊണ്ട് ആസ്പത്രി അധികൃതർ തല്ലിക്കെടുത്തിയതെന്ന് വേദനയോടെ ഓർക്കുകയാണ് അബൂട്ടി. ജൂലൈ 11 രാവിലെ ഞാനാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ 5:15 ട്രെയിനിന് കയറ്റി വിടുന്നത്. ജൂലൈ 17 6 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ. അപ്പോൾ അതിൻ്റെ എല്ലാ ദിവസങ്ങളിലും പല പ്രാവശ്യമായിട്ട് എല്ലാ ദിവസവും വിളിക്കും. ജൂലൈ 17 രാത്രി പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ചെറിയൊരു പനിയുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി കാണിച്ചിന്. അപ്പോൾ കോളേജും ഹോസ്റ്റലും തൊട്ടടുത്തടുത്ത സ്ഥലം, വളരെ നല്ല കൂട്ടുകാരികൾ, പിന്നൊന്നും പേടിക്കണ്ടില്ല. അപ്പോൾ പനിക്ക് അവിടെ പോയി. അപ്പോൾ അതും നല്ലൊരു പനിയാണെന്നല്ല, ഒരു ചെറിയ പനി, നടന്നു പോകേണ്ട ഒരു ക്ഷീണമുണ്ടായിരുന്നു, കാലുവേദന ഉണ്ടായിരുന്നു. അവിടെ പോയി കാണിച്ച് എന്നിട്ട് പാരസെറ്റമോൾ ഗുളികയും പിന്നെ ഒരു ഡ്രിപ്പ് ഇട്ട് കൊടുത്ത് 17 രാത്രി 1 മണി വരെ, ഞായറാഴ്ച രാത്രി 1 മണി വരെ വിളിച്ച് നോക്കി. അങ്ങനെ അന്നേരം ആപ്പിൾ കഴിക്കുന്നു, സുഖമുണ്ട്, കുഴപ്പമില്ല. മെഡിക്കൽ സ്റ്റുഡൻറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പനിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതിന് നമ്മൾ കൂടുതലൊന്നും പറയേണ്ടിയില്ലല്ലോ, അങ്ങനെ ചിന്തിക്കൊണ്ടുമില്ലല്ലോ.
അങ്ങനെ ഒരു വേദനുണ്ടെങ്കിൽ എന്തെങ്കിലും മാരകമായ രോഗം മാരകമായ പനിയൊന്നും അറിയുന്നില്ലല്ലോ നമ്മൾ. അങ്ങനെ പനിയും ഇല്ലല്ലോ. ഷംനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അബോട്ടി ആദ്യം സമീപിച്ചത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു. ആദ്യം കേസന്വേഷിച്ച അന്വേഷണ സംഘത്തെ മാറ്റി ക്രൈംബ്രാഞ്ചിനെ ചുമതലയേൽപ്പിക്കാൻ ഉള്ള കാരണം വ്യക്തമാക്കുകയാണ് അബോട്ടി. ഒരു 4 ആൾ ഒരു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 4 ഡോക്ടർമാർ ഇവിടെ വന്നിരുന്നു. അവിടെ ഈ അനസ്തേഷ്യൻ്റെ ഒരു ഡോക്ടർ, ഒരു ഫോറൻസിക് പഠിപ്പിക്കുന്ന ഒരു ഡോക്ടർ, എൻ്റെ മകളെ പഠിപ്പിച്ച ഡോക്ടറാന്ന് തോന്നുന്നു. അങ്ങനെ 3-4 ആൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അന്നേരം പറഞ്ഞു എന്താ ചെയ്യുക, അങ്ങനെ പറ്റിപ്പോയി എന്നല്ല, ഈ വിവരങ്ങളൊന്നും ഞാൻ ഈ മരിച്ച രീതിയോ ഈ കുട്ടി മരിച്ചേരെ അങ്ങ് കൊണ്ടുപോയതെന്നോ ഇങ്ങനെ സംഭവമൊന്നും പിന്നെ ഗവൺമെൻറ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഇവർ വരുമ്പോൾ അത് മനസ്സൊന്നും ആയിട്ടില്ല. മെഡിക്കൽ ബോർഡ് ചേർന്നതിന് ശേഷമാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന് മെഡിക്കൽ ഓഫീസറെ പിന്നെ എന്താ പറയുക അഭിപ്രായം അനുസരിച്ചിട്ട് ഈ കളമശ്ശേരി ACP എന്ത് പണിയെടുത്ത് പോലീസ് കമ്മീഷണർ എന്ത് പണിയെടുത്ത് വെച്ചാൽ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ എന്താ വെച്ചാൽ എന്നോടൊരു ദിവസം വിളിച്ച് പറഞ്ഞു ഈ കേസ് വൈൻഡപ്പ് ചെയ്യാൻ പോകാമെന്ന്. ഞാൻ പറഞ്ഞു ഈ വൈൻഡപ്പിൻ്റെ മീൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. അന്നേരം പറഞ്ഞു ഈ കേസ് തീരാൻ പോവുക, കാരണം ചില ചികിത്സാ പിഴവൊന്നും ഇല്ല എന്നാണ് ഈ മെഡിക്കൽ ഓഫീസർ പറഞ്ഞതെന്ന് പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെഡിക്കൽ ബോർഡിൽ തന്നെ നമ്മളെ മോളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക്കിൻ്റെ വിദഗ്ധ ഡോക്ടർ ലിസ ജോൺ വിയോജനക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമാവില്ല എന്ന്, ഈ മെഡിക്കൽ ബോർഡ് ശരിയല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വഴിത്തിരുവാന്ന്. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അല്ല ഇത് കേട്ടപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയി DGPനോട് കാര്യങ്ങളും പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷണ സംഘത്തെ മാറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും തന്റെ നാട്ടുകാരാണെന്നതുകൊണ്ട് തന്നെ സ്വന്തം മകളുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അച്ഛൻ എന്ന നിലയിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്നെന്ന് അബൂട്ടി പറയുന്നു. 6 മണിക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വിദഗ്ധ ചികിത്സക്ക് മരിച്ച കുട്ടീനെ അവിടെ ചികിത്സിച്ച് 10,000 രൂപ എന്നോട് വാങ്ങിക്കുകയും ചെയ്തു. പിന്നീട് ഇതെല്ലാം ഞാൻ അറിയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ആ 9 മാസമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ ഓഫീസുകളിലും എൻ്റെ ഏതോ വെല്ലെണ്ണാവുന്ന 1-2 സുഹൃത്തുക്കൾ ചിലപ്പോൾ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പോയി എല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചവരെയൊക്കെ എന്താ പണിയെടുത്ത് അട്ടിമറിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ എന്താ പണിയെടുത്ത് വെച്ചാൽ അതിനെ ഫോളോ ചെയ്തിട്ട് ഈ കൂടെ ഇന്ന സ്ഥലത്ത് എത്തിയിട്ട്. പക്ഷേങ്കിൽ ഈ ലാസ്റ്റ് 1 വർഷമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 മാസം മുമ്പ് 2-3 വിദ്യാർത്ഥി സംഘടനകളിൽ ഇവർക്ക് വേണ്ടി കുറേ ധർണയും കാര്യമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മകളെ മരിച്ച ശരീരം ഞാൻ കണ്ട് അത് മുതൽ ഈ 9 മാസമായിട്ട് സമാധാനം കിട്ടിയിട്ടില്ല. പിന്നെ ക്ഷമിച്ച് ഈ മോളെ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഏതോ ഒരു എന്താ പറയുക ഏതോ ആരോ തരുന്നൊരു ശക്തി കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും. അതാണുള്ള ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മരിച്ച കുട്ടീനോട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് ഇങ്ങനെയെല്ലാം കാണിച്ചെങ്കിൽ പുറത്തുള്ള ആളോട് എന്തെല്ലാം ചെയ്യും അവർ ഈ കോടതിയിൽ ദൈവത്തിൻ്റെ കോടതിയിലും ഈ ഇന്ത്യൻ ജുഡീഷ്യറിൻ്റെ ഈ നിയമത്തിൻ്റെ മുന്നിൽ അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല ഉറപ്പാണ്. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. അത്രയ്ക്കും ഈ 9 മാസമായോ 10 മാസമായി എൻ്റെ മോള് മരിച്ചിട്ട്. എൻ്റെ സർവ്വതയും അത് എൻ്റെ മകൾ സർവ്വതും എൻ്റെ കാണിച്ചാൽ എല്ലാ പ്രതീക്ഷ എൻ്റെ മോളേനും. ശിവപുരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്ത്യയാത്രയായിരുന്നു ഷംനയ്ക്ക് നാട്ടുകാർ നൽകിയത്. മകളില്ലാതെ ഇനിയൊരു ജീവിതം എങ്ങനെയാണ്? എല്ലാവരും മരിച്ചുപോകും. പക്ഷേ ഇങ്ങനെയൊരു വിധി എന്തിനായിരുന്നു? എങ്കിലും ഇവർ ജീവിക്കുകയാണ്. ഷംന ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ പഠനം തുടരുകയാണെന്ന പ്രതീക്ഷയോടെ.